ഹിന്ദുക്കൾ ഏറ്റവും പുണ്യകരമായി ആരാധിച്ചു വരുന്ന ചെടികളിൽ ഒന്നാണ് തുളസി. ഹിന്ദുക്കൾ ലക്ഷ്മി ദേവിയെപ്പോലെയാണ് ഈ ചെടിയെ കാണുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ഈ ചെടിയിൽ മനുഷ്യന് ആവശ്യമായ നിരവധി ഗുണങ്ങളുണ്ട്. തുളസിച്ചെടി നല്ലൊരു അണുനാശിനിയും ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. ഇതിൻ്റെ ഇല മുതൽ വേര് വരെ പവിത്രമായിട്ടാണ് കാണുന്നത്. കൂടാതെ വാസ്തുപ്രകാരം വീട്ടിലൊരു തുളസിച്ചെടി സൂക്ഷിക്കുന്നത് കുടുംബത്തിന് ഐക്യവും സന്തോഷവും നൽകുന്നു. അതേസമയം തുളസി നടാൻ കൃത്യമായ ദിശയുമുണ്ട്. തുളസി നടാൻ ഏറ്റവും നല്ല സ്ഥലം കിഴക്കാണെങ്കിലും നിങ്ങൾക്കത് ബാൽക്കണിയിലോ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ സ്ഥാപിക്കാം. വാസ്തുപ്രകാരം ജലത്തിൻ്റെ ദിശയാണ് വടക്ക് ദിശ. തുളസിച്ചെടി ഈ ദിശയിൽ വയ്ക്കുന്നത് നല്ല ഊർജങ്ങളെ ക്ഷണിച്ചു വരുത്തി നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കി വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. ചെടിക്ക് സമീപം ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭ്യമാണെന്ന് ഉറപ്പാക്കണം. ചെടിക്ക് ചുറ്റും ചൂലുകൾ, ഷൂസ്, ഡസ്റ്റ്ബിന്നുകൾ എന്നിവ വയ്ക്കരുത്. ചെടിക്ക് ചുറ്റുമുള്ള പ്രദേശം വൃത്തിയും വെടിപ്പുമുള്ളതാണെന്ന് ഉറപ്പാക്കണം. തുളസിക്ക് സമീപം എപ്പോഴും പൂച്ചെടികൾ സ്ഥാപിക്കുക. തുളസിച്ചെടിയുടെ സമീപത്തുള്ള കള്ളിച്ചെടികൾ പോലുള്ള മുള്ളുള്ള ചെടികൾ ഒഴിവാക്കണം. നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതിൽ ഉണങ്ങിയ ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. തുളസിച്ചെടി നിലത്ത് വയ്ക്കുന്നത് ഒഴിവാക്കുക. തുളസിച്ചെടിയെ ആരാധിക്കുകയും പവിത്രമായി കണക്കാക്കുകയും ചെയ്യുന്നതിനാൽ തുളസി നേരിട്ട് നിലത്ത് നടരുത്. ചെടി ഒരു ചട്ടിയിൽ സൂക്ഷിച്ച് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ ഉയർത്തിയ പ്ലാറ്റ്ഫോമിൽ നടുന്നത് ഉറപ്പാക്കണം. തുളസിച്ചെടി വീട്ടിൽ വളർത്താൻ നിങ്ങൾക്ക് വിൻഡോ റെയിലോ ബാൽക്കണിയോ പരിഗണിക്കാം. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റുന്ന ഈ ചെടിയുടെ ഗുണങ്ങൾ നമുക്ക് ഇനി പരിചയപ്പെടാം. ജലദോഷം, പനി എന്നീ രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രകൃതിദത്ത ഔഷധമാണ് തുളസി. തുളസിയിലയും കുരുമുളകും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവശ്യത്തിന് ശർക്കരയും തേയിലയും ചേർത്ത് കഴിച്ചാൽ ജലദോഷം മാറിക്കിട്ടും. കൂടാതെ മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ തുളസിക്ക് കഴിയും. മുഖക്കുരുവിൻ്റെ മുകളിൽ ഇത് അരച്ചു പുരട്ടിയാൽ മുഖക്കുരു മാറുന്നതായിരിക്കും. തുളസി ഇലകൾ ചവച്ചു തിന്നാൽ രക്തം ശുദ്ധീകരിക്കപ്പെടുകയും രക്തപ്രവാഹം വർദ്ധിക്കുകയും ചെയ്യും. തുളസിയും ചെറുനാരങ്ങാനീരും കൂടി അരച്ചു പുരട്ടിയാൽ പുഴുക്കടി മാറിക്കിട്ടുന്നതായിരിക്കും. തൊണ്ടവേദനയുണ്ടാകുമ്പോൾ തുളസിയില വെള്ളത്തിലിട്ട് ചൂടാക്കി കുടിച്ചാൽ തൊണ്ടവേദന വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. തുളസിയില പിഴിഞ്ഞ നീര് ഓരോ സ്പൂൺ വീതം ദിവസവും രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് ആസ്മയ്ക്ക് നല്ലതാണ്. കൂടാതെ ഈ നീര് മഹാളി പോലെയുള്ള കണ്ണുരോഗങ്ങൾക്കും ഉത്തമമാണ്. കുഴിനകം മൂലമുണ്ടാകുന്ന വേദനയെ ഇല്ലാതാക്കാൻ ഈ നീര് സഹായിക്കും. പ്രാണികളുടെ കടിയേറ്റ ഭാഗത്ത് തുളസിയുടെ വേര് അരച്ചു പുരട്ടുന്നത് വളരെ നല്ലതാണ്. വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഈ ഔഷധ സസ്യത്തിന് സാധിക്കും. കൂടാതെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ തുളസി വളരെ നല്ലതാണ്.